ട്രംപിന്റെ തീരുമാനങ്ങൾ ലോക വ്യാപാര മേഖലയെ തകിടമറിക്കുമോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വിശേഷിപ്പിക്കുന്നത് ഡീൽ മേക്കർ എന്നാണ്. രണ്ടാം തവണ പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം ഇറക്കിയ ഉത്തരവുകൾ ലോക വ്യാപാര ശൃംഖലയെ അട്ടിമറിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം. ട്രംപിന്റെ നീക്കങ്ങളെ കരുത്തോടെ തിരിച്ചടിച്ച് ചൈനയും രംഗത്തിറങ്ങിയപ്പോൾ അവസ്ഥ പ്രവചനാതീതമായി. ട്രംപ് തുടങ്ങിയ വ്യാപാര യുദ്ധം ചൈന, മെക്സിക്കോ, കാനഡ, ഇന്ത്യ, റഷ്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളെ അടക്കം ഉന്നവച്ചാണ്. ഫെബ്രുവരി 1 മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25%വും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10%വും ചുങ്കം ചുമത്താൻ ട്രംപ് ഉത്തരവിട്ടത്. അമേരിക്ക ഫസ്റ്റ് എന്നതാണ് ട്രംപിന്റെ ആപ്തവാക്യം. അമേരിക്കയിലേക്ക് വ്യാവസായിക ഉൽപാദനവും തൊഴിലുകളും മടക്കിക്കൊണ്ടുവരാനാണ് ട്രംപിന്റെ പദ്ധതി. ട്രംപിന്റെ നയങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെയാണ് ചൈനയും മെക്സിക്കോയും കാനഡയും തിരിച്ചടിച്ചത്. മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും അമേരിക്കയിലേക്ക് നടക്കുന്ന അനധികൃത കുടിയേറ്റവും ഇല്ലാതാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനധികൃത കുടിയേറ്റം തടയാൻ ഈ രാജ്യങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തുരത്തുമെന്നും കെട്ടുകെട്ടിക്കുമെന്നുള്ള വാഗ്ദാനം നടപ്പിലാക്കാൻ ശക്തമായ നടപടികൾ കൈക്കൊള്ളുകയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ഭീഷണിയാണ് ഫെന്റാനിൻ എന്ന മയക്കുമരുന്ന്. ഹെറോയിനേക്കാൾ 50 ഇരട്ടി മാരകമാണ് ഫെന്റാനിൻ. അമേരിക്കയിലെ 18-നും 45-നും ഇടയ്ക്ക് പ്രായമുള്ളവരുടെ മരണത്തിന് മുഖ്യ കാരണം ഫെന്റാനിൻ ആണ്. ഫെന്റാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ കയറ്റുമതി തടയാൻ ചൈന ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇവ നിയമവിധേയമാണ് ചൈനയിൽ നടക്കുന്നത്. ചൈനയിൽ നിന്ന് മെക്സിക്കോയിൽ എത്തുന്ന രാസഘടകങ്ങൾ ഫെന്റാലിനായി അമേരിക്കയിൽ എത്തുകയാണ്. അമേരിക്കയുമായി വ്യാപാര ബന്ധം നിലനിർത്തുന്ന രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയുടെ വ്യാപാര കമ്മി വലുതാണ്. ഇറക്കുമതി കയറ്റുമതിയേക്കാൾ കൂടുമ്പോഴാണ് വ്യാപാര കമ്മി ഉണ്ടാകുന്നത്. ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളിൽ കരുതലോടെയാണ് ഇന്ത്യയുടെ ചുവടുവയ്പ്. പുതിയ നയം മാറ്റം കാരണം രൂപയുടെ മൂല്യവും 87 രൂപയായി കടന്നിരിക്കുകയാണ്. ആഗോള കയറ്റുമതിയിൽ 2% മാത്രമേ ഇന്ത്യയുടെ പങ്കുള്ളൂ എങ്കിലും ആഗോള വ്യാപാര ശൃംഖലയിലെ അലയൊലികൾ ഇന്ത്യയെയും ബാധിക്കും. അമേരിക്കയും ചൈനയും നേർക്കുനേർ വരുമ്പോൾ അത് ലോക വ്യാപാര സമവാക്യങ്ങൾ തെറ്റിക്കും. രണ്ടാം പ്രസിഡൻസിയിൽ ട്രംപിന്റെ നടപടികളെ ആശങ്കയോടെയാണ് അന്താരാഷ്ട്ര വ്യാപാര ലോകം നോക്കിക്കാണുന്നത്.